സ്വിറ്റ്സർലൻഡിനെ കുറിച്ച് അധികം ആളുകൾക്ക് അറിയാത്ത കുറച്ച് ക്യൂരിയസ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയട്ടെ. സ്വിറ്റ്സർലാൻഡ് ഹൈവേയിൽ നമ്മുടെ കാർ എങ്ങാനും പെട്രോൾ തീർന്ന് നിന്ന് പോയാൽ അത് ഡ്രൈവേഴ്സിന്റെ ഫോൾട്ട് ആയിട്ട് കണക്കാക്കി നമുക്ക് ഫൈൻ വരെ അവർ ഈടാക്കും. കാരണം സ്വിസ് ഹൈവേസ് സീറോ ഒബ്സ്ട്രക്ഷൻ റൂട്ട് ആയിരിക്കണം എന്നുള്ളതാണ് അവിടുത്തെ നിയമം. സ്വിറ്റ്സർലൻഡ് ഒരു കടലില്ലാത്ത രാജ്യമാണ്. പക്ഷെ എന്നാലും 1500-ലധികം ലേക്സ് ഇവിടെ ഉണ്ട്. അതിൽ 100ഓളം മനുഷ്യൻ നിർമ്മിച്ചതാണ്. ഇപ്പൊ ഒരു യുദ്ധം ഉണ്ടായാൽ എവിടെ വിളിക്കണമെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ സ്വിറ്റ്സർലൻഡിൽ ഓരോ ആളുകൾക്ക് 2-3 വീതം ബങ്കേഴ്സ് ഉണ്ട്. അവിടുത്തെ രാജ്യത്തിനും അവിടുത്തെ ആളുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് 3 ലക്ഷത്തിലധികം അണ്ടർഗ്രൗണ്ട് ബങ്കേഴ്സ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. 57 കിലോമീറ്റർ നീളമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ടണൽ ഉള്ളത് സ്വിറ്റ്സർലൻഡിലാണ്. ആൽപ്സ് മൗണ്ടെയിൻസ് തുരന്ന് 17 വർഷം കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തത്. എന്താ അല്ലേ? നമുക്കൊക്കെ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് അല്ലേ? പക്ഷെ സ്വിറ്റ്സർലൻഡിലെ റെയിൽവേ സ്റ്റേഷനിൽ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 59.5 സെക്കൻഡ് ആണ്. അപ്പൊ തന്നെ സൂചി നിൽക്കും. ഉടനെ തന്നെ അടുത്ത ട്രെയിൻ പുറപ്പെടും. അതായത് 1 സെക്കൻഡ് പോലും ഗ്യാപ്പില്ലാണ്ട് കൃത്യനിഷ്ഠയോടുകൂടി ട്രെയിൻ സർവീസ് നടത്താനായിട്ടാണ് അവർ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യുന്നതെന്നാണ് പറയപ്പെടുന്നത്. ലോകത്തിൽ ആദ്യമായിട്ട് വാട്ടർ പ്രൂഫ് വാച്ച് കണ്ടുപിടിച്ചത് സ്വിറ്റ്സർലൻഡിലാണ്. അതുപോലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ജനാധിപത്യ രാജ്യവും ഇത് തന്നെയാണ്. കണ്ടാൽ തീരാത്ത കാഴ്ചകൾ മാത്രമല്ല, കേട്ടാൽ മടുക്കാത്ത കഥകളും ഈ സ്വർഗ രാജ്യത്തിനുണ്ട്.